പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിദേശങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36, 37, 38 വാക്യങ്ങൾ. പരീശന്മാരുടെ വീട്ടിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിലിരുന്നു. ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു പിറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു കാൽ ചുംബിച്ച് തൈലം പൂശി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് നാം പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ഈ ദൈവഭാഗം നമുക്ക് നല്ല സുപരിചിതമായിരിക്കുന്നത് കൊണ്ട് അനവധി ശുശ്രൂഷകൾ ഞാൻ നിങ്ങളടക്കം ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്നും നമുക്ക് ഈ ശുശ്രൂഷയിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കുന്ന വചനമെന്ന് പറയുന്നത് പട്ടണത്തിൽ പാപിനിയായ ആ സ്ത്രീ അല്ലേറിയ അവളുടെ ജീവിത സാഹചര്യങ്ങൾ, അവളുടെ ജീവിത അവസ്ഥ, സമൂഹത്തിൽ അവൾക്കുള്ള ഒറ്റപ്പെടലുകൾ, സമൂഹത്തിൽ അവൾക്കുള്ള നിന്ന, എല്ലാവരും കൈവിടപ്പെട്ട ഒരനുഭവം, അങ്ങനെ മാനസികമായി ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയെ പാപിനിയായ സ്ത്രീ എന്നാണ് വേദപുസ്തകം പറയുന്നത്. അല്ലേലിയ. ഇവളുടെ പേര് എന്താണ്? ഇവൾ എവിടുത്തുകാരിയാണ്? ഏത് നാട്ടിൽ ജനിച്ചവളാണ്? അവളുടെ മാതാപിതാക്കളുടെ പേര് എന്താണെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. അങ്ങനെ അനവധി ആളുകളെ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഈ സ്ത്രീയെക്കുറിച്ചും നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുമ്പോൾ ഇവൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം, ഇവൾക്ക് ദൈവം കൊടുത്ത വിടുതല്, ഇവൾക്ക് ദൈവം കൊടുത്ത സൗഖ്യം, പാപമോചനം, ദൈവം കൊടുത്ത രക്ഷ, നിത്യജീവൻ, അവളിൽ പിന്നീട് കണ്ട പ്രത്യാശ, അവൾ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുത്ത ഒരു നല്ല സ്ത്രീയായിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി നിങ്ങളോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എത്ര കൊടിയ പാപമുണ്ടായിരുന്നാലും, ലോകം നിന്നെ വെറുത്ത്, സമൂഹം വെറുത്ത്, വീട് വെറുത്ത്, എല്ലാവരും നീ തള്ളപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ തല നിവർത്താൻ കഴിയാത്ത അനുഭവമാണോ നിനക്ക്? നിന്റെ പാവങ്ങൾ അവനെ കടിച്ചുപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും, അവയെ ഹിമം പോലെ വെളുപ്പിക്കുന്ന, കഞ്ഞി പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് തിരിച്ചറിയണം. അല്ലേറിയ. ലോകം നിന്നെ പഴിച്ചേക്കാം, പക്ഷെ യേശു നിന്നെ പഴിക്കുകയല്ല, നിന്റെ പാപം ക്ഷമിച്ചു തരിക. പ്രൈസ്. ഇവളുടെ കടും ചുവപ്പായ പാപങ്ങൾ, രക്താംബരം പോലെ ചുമന്നിരുന്ന പാപങ്ങളെ യേശു ക്ഷമിച്ച് അവളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്താര ദൈവം തുറന്നു കൊടുത്തു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ഏതെങ്കിലും കൊടിയ പാപത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, എല്ലാവരും നിന്നെ വെറുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ നീ അതോടൊത്ത് ഭാരപ്പെടേണ്ട. നിന്റെ പാപത്തെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് കഴിയും. അതേത് കൊടിയ പാപമായിരുന്നാലും ആ പാപത്തെ ക്ഷമിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള വഴി കർത്താൻ നിനക്ക് തുറന്നു തരും. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും അനേക വേദശാസ്ത്രന്മാർ, ആ കാലഘട്ടത്തിൽ വേദപണ്ഡിതന്മാർ ഇവളുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ട സ്ഥാനത്ത് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം. ആ കാലഘട്ടത്തിൽ പാപിനിയായവരെ സമൂഹത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുക. അങ്ങനെ അനേകർ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുമ്പോൾ ആ സ്ത്രീയെ യേശു കല്ലെറിയിൽ നിന്നും മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി. നമുക്കറിയത്തില്ലേ, ഗുരുവിന്റെ പേര് എന്തെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ അവനെ ഏതെങ്കിലും വിധത്തിൽ അല്ലെ അവളെ ഏതെങ്കിലും വിധത്തിൽ തകർക്കാൻ ശ്രമിക്കും. എന്നാൽ വേദ പണ്ഡിതന്മാരും വേദശാസ്ത്രികളും ആ കാലഘട്ടത്തിൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു വന്ന പാപിനിയായ സ്ത്രീയുടെ പാപം ക്ഷമിക്കുക മാത്രമല്ല, അവളുടെ മേൽ ആമയുണ്ടായിരുന്ന ന്യായവിധി, ലോകം അവൾക്ക് കൊടുക്കാതെ ന്യായവിധി എന്ന് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതും, അല്ലെങ്കിൽ മരണശിക്ഷയും ദൈവം അവൾക്ക് വിടൽ കൊടുത്തു. എത്ര സ്നേഹമാണ് നമ്മുടെ കർത്താവ് കാണിച്ചത്. ഇന്ന് പകരം ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, ലോകം നിനക്ക് മരണശിക്ഷ വിധിച്ചേക്കാം, ലോകം നിന്നെ കല്ലെറിയാൻ ഒരുങ്ങിയേക്കാം, പക്ഷെ നീ ആത്മാർത്ഥതയോടെ
ഈ പാപിനിയായ സ്ത്രീ യേശുവിന്റെ അരികിൽ കടന്നു വന്ന അവന്റെ പിറകിൽ നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് അല്ലെങ്കിൽ ആ കാൽ തുടച്ച് ചുംബനം ചെയ്ത അവളുടെ ജീവിതത്തിലെ പാപമോചനം ദൈവം കൊടുക്കുന്നുള്ള അവളുടെ വിശ്വാസം ഇന്ന് പകൽ നിന്നിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ദൈവം തരും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനെ ശീമോൻ എന്ന ഒരു പരീശൻ ഭക്ഷണം കഴിപ്പാനായി ക്ഷണിച്ചുവെന്ന് നമ്മൾ ലൂക്കോസ് 7:36 വായിക്കുക. യേശു പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിലുള്ള പാപിനിയായ ഒരു സ്ത്രീ ആ വീട്ടിൽ വന്ന് യേശുവിന്റെ പാദങ്ങൾക്കരികിൽ കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിന്നു. ഈ പരീശന്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത പോലും ഇവൾക്കില്ല. എങ്കിലും അവൾ എന്ത് ചെയ്തു? യേശു പരീശന്റെ വീട്ടിൽ ഉണ്ടെന്ന് ഹല്ലേലൂയ. യേശു ആ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് അവനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പാപിനിയായ സ്ത്രീ അറിഞ്ഞപ്പോൾ അവൾ യാതൊന്നിനെ ഭയപ്പെടാതെ യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയം വെച്ച് യേശുവിന്റെ അരികിൽ വരികയാണ്. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ പാപിനിയായ സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി ഹല്ലേലൂയ പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അവൾക്ക് ആവശ്യമുള്ള പാപമോചനമാണ്, അവൾക്ക് ആവശ്യം രക്ഷയാണ്. സമൂഹത്തിൽ വിലയില്ലാതെ അവളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ അവൾക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവൾ ഹല്ലേലൂയ പരീശന്റെ വീട്ടിൽ നിന്ന് അവന്റെ പാദങ്ങൾക്കരികിൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു. ഹല്ലേലൂയ. ആ കാൽ ചുംബിച്ചു, തൈലം പൂശി. ഇതെല്ലാം അവനെ ഇതെല്ലാം യേശുവിനെ ക്ഷണിച്ച പരീശൻ കണ്ട് ഹല്ലേലൂയ. പരീശൻ കണ്ടിട്ട് ഹല്ലേലൂയ ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളത്തിൽ പറഞ്ഞു. നമ്മൾ താഴോട്ട് ഹല്ലേലൂയ വചനം വായിച്ചവരും കാണുന്നുണ്ട്. ലൂക്കോസ് 7:39 വായിക്കും കാണുന്നുണ്ട്. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിനിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പൊ അവൻ പറയുക, യേശു ഒരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ ആരാണെന്ന് യേശു പറഞ്ഞേനെ. ഇവന്റെ വീട്ടിലാണ് യേശുവിനെ ക്ഷണിച്ചിരിക്കുന്നതെങ്കിൽ ഇവൻ ഭക്ഷണം കൊടുക്കുന്നെങ്കിലും അവൻ യേശുവിൽ വിശ്വാസമില്ല. അവൻ യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ലോകം പറയുന്നത് കേട്ട് അവൻ യേശുവിനെ അവന്റെ വീട്ടിൽ ക്ഷണിച്ചതായിരിക്കാം. അതാണ് അവൻ പറയുന്നത്. ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ അവനെ തൊടുന്നവൾ ആരാണെന്ന് അവൻ അറിഞ്ഞേനെ. അവൾ പാപിയായ സ്ത്രീ അവന്റെ മനസ്സുകൊണ്ട് പറയാം. പക്ഷെ അവന്റെ മനസ്സിൽ ഉദിച്ച കാര്യം യേശു അറിഞ്ഞെന്നുള്ളതാണ്. അവന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ശീമോനെ നിന്നോട് ഒന്നും പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്നവന് ഒരുത്തൻ 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാണ്ടായിരുന്നു. വീട്ടുടയവൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്ക് ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ഈ പരീശൻ പറഞ്ഞു. യേശു ഒരു ഉദാഹരണമാണ്, ഒരു സംഭവത അങ്ങ് പറയുക. പ്രവീശനം എന്താണ് നമ്മൾ ചിന്തിക്കുന്ന വചനം? ഹല്ലേലൂയ. ഇവന്റെ ഹൃദയത്തിൽ കടന്നു വന്ന സകല കാര്യങ്ങളും യേശു പറഞ്ഞിട്ട് യേശു പറഞ്ഞ കാര്യമാണ് അവരോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 2-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെ സാക്ഷി ആവശ്യമില്ല. അപ്പൊ മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതിനെ കുറിച്ചും മനുഷ്യ നിരൂപണത്തെ കുറിച്ചും ഒക്കെ യേശു അറിഞ്ഞിരിക്കൊണ്ട് യേശുക്രിസ്തുവിന് മറ്റാരുടെയും ഹല്ലേലൂയ ഒരു സാക്ഷ്യമില്ല. അതുകൊണ്ട് പരീശന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ സകല ചിന്തകളും യേശു അറിഞ്ഞിട്ടാണ് യേശു പരീശനോട് ചോദ്യം ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ പരീശനെ പോലെ നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കരുത്.
മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാൻ യാതൊരുവിധ അനുവാദവും അവകാശവും അധികാരവും വചനം തരുന്നില്ല. നാം നമ്മെ തന്നെ വിധിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കർത്തൃമേശയൊക്കെ നടക്കുന്ന സമയത്ത് തിരുവത്താഴ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവജനം നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്നതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. അപ്പോൾ നമ്മൾ നമ്മെ തന്നെ വിധിക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ പരീശനായിരിക്കുന്ന ശ്രീമോന്റെ വീട്ടിൽ ആഹാരത്തിന് ക്ഷണിച്ചുവെങ്കിലും അവന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഈ പാപിനിയായ സ്ത്രീയുടെ പാപം പരിഹരിച്ചു കൊടുത്ത് അവൾക്ക് നിത്യജീവൻ കൊടുക്കാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് അവളെ സങ്കടത്തിൽ പങ്കുചേരുവാനല്ല ഈ പരീശനായ ശീമോൻ ക്ഷണിക്കുന്നത്, അവൻ അവളെ വിധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ? ഇതല്ലേ സഹോദരൻ നിങ്ങളുടെ ജീവിതം? ഇതല്ലേ സഹോദരി നിങ്ങളുടെ ജീവിതം? യവനക്കാരെ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് നിന്നെ വിധിക്കുവാൻ കഴിയുന്നെങ്കിൽ, നിന്റെ കുറവുകളെ നിനക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, അല്ലേ, നിന്റെ ജീവിതം ചെയ്യിക്കും. പക്ഷെ മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കാനാണ് നീ ശ്രമിക്കുന്നെങ്കിൽ, മറ്റുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചത് ലോകത്തിന് മുമ്പിൽ പരസ്യമാക്കാനാ നീ ശ്രമിക്കുന്നെങ്കിൽ, അത് നിനക്ക് തന്നെ നാശനം ചെയ്യും. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തം മക്കളുടെ തെറ്റുകൾ മറച്ചു വെക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? പ്രൈസോ. പരീശന്റെ വീട്ടിലെ കുറവുകളും കുറ്റങ്ങളും അവന്റെ കുടുംബജീവിതത്തിലെ അവന്റെ മക്കളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടാണ് പാപിനിയായ സ്ത്രീയെ അവൻ കുറ്റം വിധിക്കുന്നത്. ഇന്നത്തെ തലമുറയെക്കുറിച്ചും അങ്ങനെ സ്വന്തം മക്കൾ കാണിക്കുന്ന എല്ലാ തെറ്റുകളും മാതാപിതാക്കളും മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ പരിചയമാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഞാർമൂട് അല്ലെങ്കിൽ അന്തോ നടന്ന ആ കൊലപാതകത്തിൽ ആ സഹോദരൻ വീട്ടിലുള്ള 5 പേരെ അടിച്ചു കൊന്നിട്ട് 5 പേരെ അടിച്ചു കൊന്നു. എന്നിട്ട് പിന്നീട് അവന്റെ അമ്മ പറഞ്ഞത് എന്താണ്? ആ അമ്മ കട്ടിലിൽ താഴെ വീണ് തലയടിച്ചതാണ്. സ്വന്തം മകന്റെ തെറ്റ് മറച്ചു വെച്ചിട്ട് വീണ്ടും സ്വന്തം മകൻ അനുകൂലമായ സാഹചര്യം നിലപാടുമെടുത്ത് അല്ലേരിയ വീണ്ടും അവന് പാപത്തിലേക്ക് തള്ളിവിടുന്നു. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ തെറ്റുകൾ മറച്ചു വെക്കാതെ, സ്വന്തം മക്കളുടെ തെറ്റുകൾ മറച്ചു വെക്കാതെ നീ നിന്നെ തന്നെ വിധിക്കണം. അല്ലേരിയ. ഈ ശീമോൻ എന്ത് ചെയ്തു? അവനെ വിധിക്കാതെ, അവന്റെ കുറവുകൾ കാണാതെ അവൻ പാപിനിയായ സ്ത്രീയുടെ കുറ്റം കാണുക. അവൻ യേശുവിനെ സംശയിക്കുക, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ പലർക്കും യേശുവെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പലരും യേശുവിനെ വിശ്വസിക്കുന്നില്ല. അല്ലേ? യേശുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണല്ലോ ഇന്ന് പലരും പലതിന്റെ അരികിലേക്ക് കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതായ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും കൊടുക്കാതെ മറ്റെന്തിനെ നീ വിളിച്ചാലും അല്ലേറിയ അത് പാപമാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ട് കരസ്മാറ്റിക്കിനകത്ത് ഒരച്ഛൻ ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ വികാരിയച്ഛൻ പറയുന്ന ഒരു നല്ല സന്ദേശമുണ്ട്. ദൈവത്തെ അല്ലാതെ നിങ്ങൾ മറ്റെന്തിനെ ആരാധിച്ചാലും അത് സാത്താനോട് പ്രാർത്ഥിക്കുക, സാത്താനെ ആരാധിക്കുന്നതാണ്. അദ്ദേഹം എന്നിട്ട് പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ചില മനുഷ്യർ എപ്പോഴും മാതാവേ മാതാവേ, എന്ത് പറഞ്ഞാലും മാതാവ്, എന്ത് പറഞ്ഞാലും മാതാവ്, എന്ത് പറഞ്ഞാലും പിന്നെ നമ്മളും കേട്ടിട്ടുള്ള ചില പണ്ഡിറ്റ് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മാതാവ്, എന്ത് യശപ്പിതാവ്, എന്തൊരു പുണ്യാളച്ച എന്ന് മാത്രം വിളിക്കുന്ന ആളുകൾ. അങ്ങനെ വിളിക്കുന്ന ആളുകളും ചെയ്യുന്ന ആരാധന സാത്താനോടാണ്. ദൈവത്തെക്കാൾ അപ്പുറമായി മറ്റൊന്നിനെ സേവിക്കരുതെന്ന് ആദ്യ ആലുകൂടി പറഞ്ഞു കേട്ട്, എന്നിട്ടും ഇവിടുത്തെ ക്രൈസ്തവന്റെ കണ്ണു തുറന്നിട്ടില്ല. അത് ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനെ ആരാധിക്കുന്നു, യേശു ക്രിസ്തുവിനേക്കാൾ ഉപരിയായി മറ്റെന്തിനെ നീ ആരാധിക്കുന്നു, അതെല്ലാം സാത്താനെ ആരാധിക്കുന്നതാണ്. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നിന്റെ ജീവിതത്തിലെ സ്വന്തം തെറ്റുകുറ്റങ്ങളെ കുറവുകളെ നീ മനസ്സിലാക്കി നീ നിന്നെ തന്നെ വിധിക്കണം. നിന്റെ കുടുംബത്തിനകത്തെ പാപങ്ങളെ നീ കണ്ടിട്ട് നിന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കണം. ഇവളുടെ ആവശ്യം ഇവളുടെ പാപം ക്ഷമിച്ച് കിട്ടണം. ഇവർക്കൊരു സന്തോഷം വേണം, ഇവർക്കൊരു സമാധാനം വേണം. അതിനു വേണ്ടിയിട്ട് പരീശന്റെ വീട്ടിലേക്ക് ഇവൾ കടന്നു വന്നപ്പോൾ ഈ പരീശൻ അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കണം. അവര് പറയാമായി, ദേശുവെ നിന്റെ അരികിൽ വന്നിരിക്കുന്ന സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളാണ്, അവളെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, ഒരുപാട് പാപിയാണ്, അവൾ നിന്നെ ആശ്രയിക്കുന്നു, അവളുടെ പാപം ക്ഷമിക്കുവാൻ അങ്ങേക്ക് കഴിയും. അവൻ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയൊക്കെ കേട്ടോ. ഹല്ലേലൂയ.
ഇവിടെ നമ്മൾ ദൈവത്തിന് മനുഷ്യന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ദൈവം. അല്ലേലൂയ. ഇന്ന് പകലെ കേൾക്കുന്ന മാതാപിതാ വിശ്വാസം പറയട്ടെ, നിന്റെ മനസ്സിലിരിപ്പ് ആരും അറിഞ്ഞില്ലെങ്കിൽ ദൈവം അറിയും. അല്ലേലൂയ. നീ എന്താണ് ഹൃദയത്തിൽ നിരൂപിച്ചിരിക്കുന്നത്, എന്താണ് നീ ഹൃദയത്തെ കണക്ക് കൂട്ടിയിരിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നിന്റെ വിചാരം എന്താണ്, മറ്റുള്ളവരെ കുറിച്ച് നിന്റെ ചിന്താഗതി എന്താണെന്ന് ആമീൻ നിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ അത് യേശു അറിഞ്ഞു. അല്ലേലൂയ. അതുകൊണ്ട് നീ മറ്റുള്ളവരെ വിധിക്കാൻ നിൽക്കരുത് കേട്ടോ. അല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ പാപമായി മാറും. അല്ലേലൂയ. ഇവൻ പറയാൻ നീ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ, അല്ലേലൂയ, പ്രൈസ് യേശുവിനെ വിശ്വസിക്കണം കേട്ടോ. വീണ്ടും ഞാൻ ഭാഗത്തിലേക്ക് തന്നെ കടന്നു വരട്ടെ. ഇവിടെ യേശു പറയുകയാണ്, അല്ലേലൂയ, യേശു ആ പരീശനെ ഒരു സത്യം ഉയർത്തി കൊടുക്കുവാൻ തീരുമാനിച്ചു. യേശു ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു അവരൊരു സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് നമ്മൾ മുമ്പേ വായിച്ച പറഞ്ഞ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ആമേ ലൂക്കോസ് സുവിശേഷം 7:41 വാക്യം. അല്ലേലൂയ. ആമേലൂയ. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകിയാൽ അവൻ ഇരുവർക്കും വിളച്ചു കൊടുത്തു. എന്നാൽ ആർ അവനെ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അല്ലേലൂയ. അധികം ഇളച്ചു കിട്ടിയ അവൻ വിധിച്ചത് ശരിയാണ്. അല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കടം കൊടുക്കുന്ന ഒരുത്തന്, അല്ലേലൂയ, കൊടുക്കുവാൻ വകയില്ല, വീട്ടുവാൻ വകയില്ല. അല്ലേലൂയ. ദൈവം അത് ഇരുവർക്കും വിളച്ചു കൊടുക്കുക. അല്ലേലൂയ. അധികം വിളച്ചു കിട്ടിയവൻ യേശുവിനെ അധികം സ്നേഹിക്കും. അല്ലേലൂയ. പിന്നീട് സ്ത്രീയുടെ നേരെ തിരിഞ്ഞു യേശു. ശിമോനോട് പറഞ്ഞിട്ട് പിന്നീട് യേശു സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. അല്ലേലൂയ. ഏതാ പാപിനിയായ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ശിമോനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വീണ്ടും ലൂക്കോസ് 7:41 തൊട്ട് 47 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ. കടം കൊടുക്കുന്നവർ വിളിച്ചവൻ 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകിയാൽ അവൻ ഇരുവർക്കും വിളച്ചു കൊടുത്തു. എന്നാൽ ആർ അവനെ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടുമെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവനോട്, ആരാ? യേശു ശിമോനോട്. അല്ലേലൂയ. അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. യേശുവിനോട് പറയാൻ, നീ വിധിച്ചത് ശരിയാ. അല്ലേലൂയ. എന്നിട്ട് സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ, അല്ലേലൂയ, ഞാൻ അകത്തു വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. അല്ലേലൂയ. ശീമോന്റെ ചിന്താഗതി എന്തോ, യേശുവിനെ ശിഷ്യന്മാരെ കൂടെ വിളിച്ച് നല്ലൊരു ഭക്ഷണം കൊടുത്ത് പേരെടുക്കണം. അല്ലേലൂയ. അല്ലാതെ അവന് മറ്റൊരു യാതൊരു ചിന്തയുമില്ല. എന്നാൽ പാപമോചനം വേണമെന്ന് പറഞ്ഞ്, പാപത്തിൽ നിന്ന് വിടുതൽ വേണം, രക്ഷ വേണമെന്ന് പറഞ്ഞ് വന്ന ആ പാപിനിയായ സ്ത്രീ മാത്രമേ അവിടെ ദൈവത്തെ മനസ്സിലാക്കുന്നുള്ളൂ, യേശുവിനെ അറിയുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തങ്ങളുടെ പ്രതാപമാണ്. അല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കാണത്തില്ലേ, ആരെങ്കിലും അല്ലേലൂയ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാനെടുക്കുമ്പോൾ 4 പേര് കാണുക ചെയ്യുന്നത് കാണത്തില്ലേ? 4 പേര് കാണുക, എന്തെങ്കിലും ഒന്ന് പോയി 4 പേര് കാണുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കൊണ്ട് ഉടനെ അത് വാട്സപ്പിലാക്കി, ഫേസ്ബുക്കിലാക്കി, അത് മെസ്സഞ്ചറിലാക്കി, യൂട്യൂബിലാക്കി, എന്തെല്ലാം പ്രകസനം എന്ന് പറഞ്ഞില്ലേ ശീമോനും. അവന് യേശുവിനെ ശിഷ്യന്മാരെയും ഭക്ഷണത്തിൽ വിളിച്ചിട്ട് അവനെ പ്രതാപമാണ് ആവശ്യം. എന്താ? പിന്നെ അവർ പറഞ്ഞു, ഞാന് യേശുവിന് ആഹാരം കൊടുത്തു, ശിഷ്യന്മാർക്ക് ആഹാരം കൊടുത്തു, അവൻ എന്റെ വീട്ടിൽ വന്നു. ഇങ്ങനെയുള്ള പ്രതാപം, ഇങ്ങനെയുള്ള അഹങ്കാരം നിറഞ്ഞ മനസ്സ് മാറ്റി വെച്ചിട്ട് നീ ഒരു പാപിയാണെന്നുള്ള ചിന്ത ശീമോനെ നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ കടന്നു വന്ന പാപിനിയായ സ്ത്രീയെ കുറിച്ച് നീ വിധിക്കുകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ സ്വയം പാപിയാണെന്ന് തിരിച്ചറിയുന്നു. നിന്റെ ജീവിതത്തിന്റെ പാപത്തെ നീ എന്ന് മനസ്സിലാക്കുന്നു, അന്നേ നിനക്ക് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. നിന്റെ പാപത്തെ മറച്ചു വെച്ചിട്ട്, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ നീ മറച്ചു വെച്ചിട്ട് നീ മറ്റുള്ളവനെ വിധിക്കുന്നവളാണെങ്കിൽ അത് നിനക്ക് നിന്റെ കുടുംബത്തിന് ശാപമായി മാറും. അല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു. അല്ലേലൂയ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല.
ലേവിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ആമ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് അവിടെ കാല് കഴുകുവാൻ വെള്ളം കൊടുക്കും. അല്ലേലിയ, സ്തോത്രം, വെള്ളം കൊടുക്കും. പക്ഷെ ഇവൾ എന്ത് ചെയ്തു? ഇവൾ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. എന്നിട്ട് നീ എനിക്ക് ചുംബനം തന്നില്ല. അല്ലേലിയ, നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നമ്മൾ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുമ്പോൾ, അതിഥിയെ ക്ഷണിക്കുമ്പോൾ, ദൂരത്തുനിന്ന് വീഴുമ്പോൾ, നാളുകളായി നമ്മൾ കാണാതിരിക്കുന്ന ഒരാളിനെ കണ്ടുമുട്ടും. പെട്ടെന്ന് ആൾ വരുമ്പോൾ നമ്മൾ ഷേക്കൻ്റെ കൊടുത്തിട്ട് ആളെ കെട്ടിപ്പിടിച്ച് നമ്മൾ ചുംബനം കൊടുക്കും. അല്ലേലിയ. ഇത് ഈ കാലഘട്ടത്തിൽ ചുംബനം കൊടുക്കുന്ന സൂക്ഷിച്ചു വേണം. കഴിഞ്ഞ നാളിൽ തമിഴ്നാട്ടിൽ ഒരു ദൈവദാസൻ ചുംബിച്ചത് കൊണ്ട് എന്ത് ചെയ്ത് ഇപ്പൊ ജയിലിൽ കിടക്കുക. അതുകൊണ്ട് ചുംബനം കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം ഈ കാലഘട്ടത്തിൽ. പക്ഷെ ആ കാലഘട്ടത്തിൽ അതാ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ചുംബനം കൊടുക്കുവാൻ, ചുംബനം കൊടുത്ത് സ്വീകരിക്കുമായിരുന്നു. അതൊരു ആത്മീയമായിട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ചുംബനം എന്ന് പറഞ്ഞാൽ ചെടിയും അലൗകികം. അതുകൊണ്ടാണ് പലരും ചുംബനം കൊടുത്തതിന് വീട്ടിൽ അറസ്റ്റിലാകുന്ന ജയിലിൽ കിടക്കുന്നത്. ലേവിയ, രക്തം ചെയ്യും. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? ഒരു ചുംബനം കൊടുക്കുകയോ അവന്റെ കാലിൽ വെള്ളം ഒഴിക്കുകയോ ചെയ്യാതെ ഇവന്റെ പ്രതാപമാണ് അവർ കാണിക്കുന്നത്. നിന്റെ വീട്ടിൽ വന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ശിമോനെ, നിന്റെ വീട്ടിൽ വന്നവൻ ആരാണ്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടമാണ്. സകല ജനത്തിന്റെ പാപത്തിന് പരിഹാരം കൊടുക്കുന്നവനാണ്. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വീര്യപ്രവർത്തനം ചെയ്തു അനേകരുടെ പാപം ക്ഷമിച്ചു കൊടുത്തു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്ത് ചെകിടന് കേൾപ്പിച്ചു, മുടന്തനെ നടത്തി പക്ഷപാതക്കാരെ എഴുന്നേൽപ്പിച്ചു. അല്ലേലിയ. മരിച്ചവർക്ക് ജീവിതം കൊടുത്തു. അല്ലേലിയ. അങ്ങനെയൊക്കെ അവൻ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഈ ശീമോന്റെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്യുക? വിധിക്കുക. അല്ലേലിയ. യേശു പറയാണ്, ഞാൻ അകത്ത് വന്നത് ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എലടിയ എന്റെ കാൽ പൂശി. അല്ലേലിയ. ശീമോനോട് പറയാം, നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, പക്ഷെ ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്ലേലിയ. അവൾക്ക് പാപമോചനമാണ് വേണ്ടത്. ശീമോന് പ്രതാപമാണ് വേണ്ടത്. പാപം. അല്ലേലിയ. അവളുടെ പാപം എന്ത് ചെയ്തു? യേശു മോചിച്ചു കൊടുത്തു. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാക്കളെ, ജീവിതത്തിൽ എല്ലാവരും കുറവുള്ളവരാണ്. ജീവിതത്തിൽ എല്ലാവരും തെറ്റുകുറ്റങ്ങളുള്ളവരാണ്. ഞാൻ നിങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കടന്നു വരാം. നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊടുക്കലിലും വാങ്ങലിലും നിരൂപണത്തിലും ഒക്കെ മറ്റുള്ളവരെ അവൻ കാണുന്നതിലും വിധിക്കുന്നതിലും ഒക്കെ ഒരുപാട് പാപങ്ങൾ എനിക്കും കടന്നു വരാം. അങ്ങനെയാണ് മനുഷ്യ ജീവിതം. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മെ തന്നെ വിധിച്ച് നാം ദൈവത്തിലേക്ക് കടന്നു വന്ന, നമ്മെ സ്നേഹിച്ചവൻ, നമ്മളെ കരുതുന്നവൻ, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പായി തീർന്നവൻ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന, അവസാന തുള്ളി രക്തം വരത്ത നമ്മെ സ്നേഹിച്ച യേശുവിനെ നാം അറിയുന്നുവെങ്കിൽ, നമ്മുടെ പാപം ക്ഷമിച്ചു നൽകുന്ന, നമുക്ക് നിത്യജീവനെ നൽകുന്നവൻ, നമുക്ക് രക്ഷകനായിരിക്കുന്ന യേശുവിനെ നമ്മൾ അറിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സമാധാനം. ഈ പാപിനിയായ സ്ത്രീക്ക് മനസ്സിലായി. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അവൻ അനേകരുടെ പാപം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്, അനേകരുടെ കുറവുകളെ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്, അനേകർക്ക് നിത്യമായ സന്തോഷം കൊടുത്തിട്ടുണ്ട്. നിത്യജീവൻ കൊടുക്കുവാൻ അവനാണ് യോഗ്യനെന്ന പാപിനിയായ സ്ത്രീക്ക് മനസ്സിലാക്കി. അവൾ മുമ്പ് പലരോടും തന്റെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരെല്ലാം അവളെ ആട്ടി പുറത്താക്കിയപ്പോൾ, അവളെ ആട്ടി പായിച്ചപ്പോൾ, യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്നവളെ യേശു ആട്ടിപ്പായിക്കാതെ അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. എന്താണ് എഴുതിയ? അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്ന് പറയാൻ നിന്റെ ജീവിതത്തിൽ അനേകമായ പാപങ്ങൾ, എണ്ണിയാ തീരാത്ത പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്നാണ്. ചില ആളുകൾ പറയും, ഞാനൊരു പാപം ചെയ്യാറില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല, ഞാൻ അങ്ങ് വിശുദ്ധനാണെന്ന് പറയുന്നവരുണ്ട്. ഒരു പാപം, എന്നെ കേൾക്കുന്ന സഹോദരൻ, ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനുമില്ല. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനുമില്ല. ഈ ഭൂമി മനുഷ്യനായി ജനിച്ച ഒരു പരിശുദ്ധനുമില്ല. മനുഷ്യനായി ജനിച്ചവനെല്ലാം പാപത്തിൽ ജനിച്ചവനാ. സങ്കീർത്തനം 51:5 വന്ന, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അകത്തത്തിൽ ഉരുവായിരുന്ന,
ജനനം മുതൽ തന്നെ പാപിയാണ്. അതുകൊണ്ട് ആരും വിശുദ്ധനല്ല, ആരും വിശുദ്ധമതികളുമല്ല, എല്ലാവരും പാപികളാണ്. എല്ലാവരും പാപികളായിരിക്കുമ്പോൾ നീ നിന്നെ തന്നെ വിധിച്ചിട്ട് വേണം നീ മറ്റൊരാളെ വിധിക്കുവാൻ. എന്നാൽ അനേക പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്ത ഈ പാപിനിയായ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശുദ്ധ ജീവിതം തിരഞ്ഞെടുക്കുക. അതെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെ യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് യേശുവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ അനേകമായ പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് കഴിയും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപമാണ് നിന്റെ ജീവിതത്തിൽ ശാപമായി മാറുന്നത്. അതാണ് നിന്നെ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് നിന്റെ മരണത്തിലേക്ക് നയിക്കുന്നത്. നിനക്ക് സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ, സ്വസ്ഥതയുണ്ടോ നിന്റെ ജീവിതത്തിൽ? എന്നും നിലവിളി മാത്രമല്ല നിന്റെ കുടുംബത്തിൽ, അരാജകത്വം മാത്രമല്ലേ, ഒന്നിനു പുറകെ ഒന്നായി നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരികയല്ലേ? ഇതെല്ലാം നീ സംഭവിക്കും, ഇതെല്ലാം നിന്റെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ നീ ഒന്ന് പറയാറുണ്ട്, നീ ഒരു കാര്യം പറയും, ഇതെല്ലാം ഞങ്ങളുടെ വിധിയാ. അതെ, ഈ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് സമാധാനമില്ലാതെ കിടന്നപ്പോൾ അവൾ പറയുകയല്ല, ഇതെല്ലാം എന്റെ വിധിയാന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അവളുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്ന യേശുവിന്റെ അരികിലേക്ക് അവൾ വന്നതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, നിന്റെ അനേകമായ പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റുവാൻ യേശുവിന് കഴിയും. മരണമണികൾ നിന്റെ ഭവനത്തിൽ മുഴങ്ങുമ്പോൾ, മരണാമയാലിയ പാശങ്ങൾ നിന്റെ കുടുംബത്തെ, നിന്റെ സഹോദരങ്ങൾ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിനക്കൊരു മോചനം ആവശ്യമാണ്. അത് യേശുവിന്റെ അരികിലേക്ക് തന്നെ കടന്നു വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം, യേശു ഈ സ്ത്രീയെ കാണുന്നുവോ, നിന്റെ വീട്ടിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ശിമോന് പരിചയപ്പെടുത്തുക. എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ, പാപം വന്നവർക്ക്, പാപം സംഭവിച്ചവർക്ക് സമാധാനമില്ല. ജീവിതത്തിൽ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സമാധാനമില്ല. ചിലർക്ക് പാപം ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു മടിയുമില്ല. അവർ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പാപത്തെ വിട്ട് മടങ്ങി വരണം. പാപം ചെയ്ത് നീ ഭൂമിയിൽ നീ പേരും പ്രശസ്തി ഉണ്ടാക്കാമെന്ന് നീ ചിന്തിക്കരുത്. പാപം ചെയ്ത് നീ ഭൂമിയിൽ ഉന്നതനാകാമെന്ന് നീ ശ്രമിക്കരുത്. നീ പാപം ചെയ്യുന്തോറും നീ ദൈവത്തിന് അകത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയണം. ഈ ഭൂമിയിൽ നീതിമാനായി ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന ദൈവം ആദിയിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമിക്ക് വേണ്ടതിന് എല്ലാം സൃഷ്ടിച്ച് കിഴക്ക് ഏതനുണ്ടാക്കി, ഏതൻ തോട്ടമുണ്ടാക്കി. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച ആദമിനെ ഹവ്വയും ഹല്ലേലൂയ ആ ഏതൻ പർദീസിലാക്കി. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, തോട്ടത്തിൽ നിലയിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന നാളിൽ വരിക്കും കൽപ്പനയും കൊടുത്തു. എന്നാൽ വായത്താൽ സർപ്പം കടന്നു വന്നിട്ട് സാത്താൻ കടന്നു വന്നിട്ട് ഹവ്വയെ വശീകരിച്ച് ഹവ്വയെ കയ്യിലെടുത്തു. ഹവ്വയോട് ചോദിച്ചു, തോട്ടത്തിന്റെ നിലനിൽക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3 വായിച്ചെന്ന് കാണാൻ കഴിയും. അവൾ പറഞ്ഞുണ്ട്, തിരുനാളി മരിക്കും. അപ്പോൾ സർപ്പം പറഞ്ഞു, ഇല്ല, നീ മരിക്കരുത്, തിരുനാളിന്റെ കണ്ണു തുറക്കും. അവൾ സാത്താന്റെ വാക്ക് കേട്ട്, സർപ്പത്തിന്റെ വാക്ക് കേട്ട് വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. അവളുടെ കണ്ണ് തുറന്നു, അവൾ നഗ്നയായി. അവൾക്ക് നാണം വന്നു. അവൾ ഓടി അവളുടെ ഭർത്താവിനെ കൊണ്ട് കൊടുത്ത് അവനും തിന്നു, അവനും കണ്ണു തുറന്നു നഗ്നനായി. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ദൈവ കൽപ്പന ലംഘിച്ച ആദമിനും ഹവ്വയും സംഭവിച്ച പാപം. അല്ലേ? ആ പാപം മുഖാന്തരം അവർ ഒരുക്കി വെച്ചിരുന്ന ഏതൻ തോട്ടം ദൈവരെ പുറത്താക്കി. തോട്ടത്തിന് കെരൂബുകളെ തിരിയുന്ന വാളുവായിച്ചു കാവലാക്കി. അത് ഏതൻ തോട്ടത്തിന് പുറത്തായ ആദമിനും ഹവ്വയിലും ജനിച്ച സകല സന്തതി പരമ്പരകളും, ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ആദമിന്റെയും ഹവ്വയുടെയും സന്തതികളാണ്. അത് ഇവിടുത്തെ ഹിന്ദുവായിരുന്നാലും ഇസ്ലാമായിരുന്നാലും ഇവിടുത്തെ ക്രിസ്ത്യാനിയായിരുന്നാലും ഇവിടുത്തെ ഏത് മതസ്ഥരായിരുന്നാലും ആദാമിന്റെ ഹവ്വയുടെ സന്തതികളാണ്. അവരുടെ ജന്മത്തിൽ തന്നെ പാപം, ആദാമിനും ഹവ്വയിലും സംഭവിച്ച പാപം, ആ പാപം മുഖാന്തരം ഉണ്ടായിരുന്ന മരണം, അത് സകല ജനങ്ങളിലും പരന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ എല്ലാവരും പാപികളാണ്. ജനിക്കുന്ന സകല മനുഷ്യനും പാപികളാണ്. ഈ സകല ജനങ്ങളിലെയും പാപത്തിന് പരിഹാരം കൊടുക്കാൻ ഒരു മതങ്ങൾക്കും കഴിയില്ല, ഒരു മത നേതാവിനും കഴിയില്ല.
ഒരു മതഗ്രന്ഥത്തിനും പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയില്ല. പാപം പരിഹരിക്കാൻ വേണ്ടി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും മല കയറിയാലും മല ഇറങ്ങിയാലും തീർത്ഥാടനങ്ങൾ നടത്തിയാലും പുണ്യനദികളിൽ പോയി കുളിച്ചാലും എന്തെല്ലാം നീ ദാനധർമ്മങ്ങൾ ചെയ്താലും നിന്റെ പാപം പരിഹരിക്കുവാൻ ഒരു മതങ്ങൾക്കും ഒരു മത നേതാക്കന്മാർക്കും കഴിയില്ല, ഒരു മത പുരോഹിതനും കഴിയില്ല. പാപം ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഈ പാപിനിയായി സ്ത്രീ പലരുടെയും മുമ്പിൽ ചെന്ന് മുട്ടിക്കാണൻ എന്റെ പാപം ക്ഷമിച്ചു നൽകണമെന്ന്. ആർക്കും പാപം ക്ഷമിച്ചു കൊടുക്കാൻ കഴിയില്ല. അന്നത്തെ ശാസ്ത്രന്മാരും മഹാപുരും പരീശന്മാരും വേദശാസ്ത്രന്മാരെല്ലാം ഇവിടെ കല്ലെറിഞ്ഞ് ന്യായം വിധിക്കാൻ നിൽക്കുകയാണ്. അവിടെയാണ് ഇവൾ യേശുവിന്റെ അരികിലേക്ക് വരുന്നത്. അത് ഇന്ന് പകലിന്റെ അനേകമായ പാപങ്ങളെ മോചിച്ചു തരുവാൻ യേശുവിന് കഴിയുമെന്ന്. നിന്റെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചു കഴിയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിന്റെ പാപത്തിന് പരിഹാരമാകുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ആദാമ്യ വർഗത്തിന്റെ പാപമുഖാന്തരം സകല ജനത്തിലും മരണം. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം സകല ജനത്തിലും നിത്യജീവൻ ലഭിക്കുക. അതേ അനേക പാപങ്ങൾ ക്ഷമിച്ചു തന്ന ഇവൾക്ക് നിത്യജീവൻ ദൈവം നൽകി. ഹല്ലേലൂയ. അവൾക്ക് സന്തോഷം നൽകി. ഇവളുടെ മനസ്സിലെ ചിന്ത എന്താണ്? എന്റെ പാപങ്ങൾ എന്റെ പാപങ്ങൾ നീങ്ങി, എന്റെ പാപത്തിന് പരിഹാരം കിട്ടി, എനിക്ക് വീണ്ടും നന്നായി ജീവിക്കാൻ കഴിയുമോ? അവളുടെ ഒന്നാമത്തെ ചിന്തയാണ്, എന്റെ പാപത്തിന് പരിഹാരം വന്ന് എനിക്കിനി നന്നായി ജീവിക്കാൻ കഴിയുമോ? രണ്ടാമതുള്ള ചിന്ത, ഹല്ലേലൂയ, അങ്ങനെ പാപം പരിഹരിച്ച് ദൈവത്തോട് നല്ലൊരു ബന്ധം പുലർത്താൻ കഴിയുമോ? അവളുടെ രണ്ടാമത്തെ ചിന്തയാണ്, എന്റെ പാപം പരിഹരിച്ച് എനിക്ക് ദൈവത്തോട് നല്ലൊരു ബന്ധം പുലർത്തുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുമോ? അവളുടെ രണ്ടാമത്തെ ചിന്തയാണ്. മൂന്നാമത്തെയുള്ള ചിന്തയാണ്, എനിക്കൊരു നല്ല ജീവിതം കിട്ടുമോ? ജനം കല്ലെറിഞ്ഞ, ജനം പരിഹസിച്ച, പാപിനി എന്നതിനെ വിളിച്ച സ്ഥാനത്തിന് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ എന്ന മൂന്നാമത്തെ ചിന്തയാണ്. അവളുടെ നാലാമത്തെ ചിന്തയാണ്, എനിക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുമോ? എനിക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുമോ? നിത്യജീവൻ കിട്ടുമോ? എന്റെ പാപം പരിഹരിച്ച് കിട്ടുമോ? അവളുടെ അഞ്ചാമത്തെ ചിന്തയാണ്, ആത്മാവും ജീവനുമായിരിക്കുന്ന യേശുവിനെ എനിക്ക് ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അവളുടെ അഞ്ചാമത്തെ ചിന്തയാണ്. അവളുടെ ആറാമത്തെ ചിന്തയാണ്, ജനമെല്ലാം എന്നെ കല്ലെറിയുവാൻ നിൽക്കുകയാണ്, ജനത്തിന്റെ ന്യായവിധിയിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ വിവിധമായ ചിന്തകൾ അവൾ ഉള്ളിൽ തളം കെട്ടി നിൽക്കുകയാണ്. പല ചോദ്യങ്ങളാണ്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൾ യേശുവിന്റെ അരികിൽ വന്ന്, അവൾ പുറകിൽ നിന്നുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ തൈലം അവന്റെ ഹല്ലേലൂയ കാലിലൊഴിച്ചു. അവൾ കണ്ണുനീർ കൊണ്ട് ആ പാദം നനച്ചു. അവളുടെ തലമുടി കൊണ്ട് ആ പാദം ചുംബിച്ചു. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, ഈ പാപിനിയായ സ്ത്രീ തന്റെ പാപം യേശുവിനെ ഏറ്റു പറഞ്ഞതുപോലെ ഇന്ന് പകലിന്റെ പാപങ്ങളെ ഏറ്റുപറയാൻ ഒരേ ഒരിടം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുവിന്റെ സന്നിധി മാത്രമാണ്. ഹല്ലേലൂയ. യേശുവിനോട് നിന്റെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 1:7. അത് ഈ ലോകത്തിൽ യേശുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരം നൽകാൻ കഴിയുള്ളൂ. ആടുമാടുകളെ, കന്നുകാലികളെ, പക്ഷികളെ, പ്രാക്കളെ നാം ബലി കൊടുത്തതുകൊണ്ടോ കുരുതി കൊടുത്തത് കൊണ്ടോ അവയുടെ രക്തം ചൊരിഞ്ഞത് കൊണ്ടോ നമ്മുടെ പാപത്തിൽ പരിഹാരമില്ല. മാനകുലത്തിന്റെ മുഴുവൻ പാപം പരിഹരിക്കാൻ വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് 33 തിരുവയസ്സ് ഭൂമിയിൽ ജീവിച്ച് സകല മാനവരാജ്യത്തിലെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചൊരിഞ്ഞ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപം ക്ഷമിച്ചു തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്റെ പാപങ്ങളെ യേശുവിനോട് വേണം ഏറ്റുപറയാൻ. മനുഷ്യരോട് ഇതിന്റെ പാപങ്ങൾ ഏറ്റുപറയരുത്. മത നേതാക്കന്മാരോട് ഇതിന്റെ പാപങ്ങൾ ഏറ്റുപറയരുത്. മതപുരോഹിതന്മാരോട് ഇതിന്റെ പാപങ്ങൾ ഏറ്റുപറയരുത്. മതപുരോഹിതന്മാരോടും മതമേലാളന്മാരോടും ഇതിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവരത് പലരോട് പറഞ്ഞങ്ങ് പരത്തി നിന്നെ വീണ്ടും പാപിയാക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ പാപിനിയായ സ്ത്രീയുടെ അനേക പാപങ്ങൾ മോചിച്ചു കൊടുത്ത നല്ല കർത്താവ് ഇന്ന് പകൽ നിന്നോട് പറയുക, നിന്റെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചുവാൻ യേശു നിന്റെ ചാരത്ത് തന്നെയുണ്ട്. അതെ, നീ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നാലും വിശ്വസിക്കുന്നവളായിരുന്നാലും വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, നിന്റെ പാപം മോചിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഹല്ലേലൂയ,
അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരോടുകൂടെ പന്തിയിരുന്നവർ, പാപമോചനം കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പൊ യേശുവോട്, നിന്റെ അനേക പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അവരോടുകൂടെ പന്തിയിലിരുന്ന എല്ലാവരും ചോദിക്കുക, പാപമോചനം കൂടെ കൊടുക്കാൻ ഇവൻ ആരാ, നേര്? അപ്പൊ യേശുവിനോട് കൂടെ പന്തിയിലിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇവൻ സാക്ഷാൽ മെസ്സിഹയാണ്, വീണ്ടെടുപ്പുകാരനാണ്, രക്ഷകനാണ്, സാക്ഷാൽ ഇവൻ ദൈവമാണെന്ന്. ശീമോന്റെ വീട്ടിൽ യേശുവിനോടൊപ്പം പന്തിയിരിക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല അവളെ പാപം മോചിച്ചു കൊടുത്തിട്ടും. ഇന്നും ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ചിലരുടെയൊക്കെ കണ്ണുകൾ എന്ത് ചെയ്യുക, പിശാച് അടച്ചിരിക്കുക. അതുകൊണ്ടാണ് അതിന്റെ 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ സാത്താന കേട്ടോ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പം ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞ സാത്താൻ അവിശ്വാസികളെ മനസ്സ് കുരുടാക്കി. ശിമോന്റെ വീട്ടിൽ യേശുവിനോടൊപ്പം പന്തിയിലിരിക്കുന്ന ആ വലിയ കൂട്ടം ജനത്തിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷ പ്രകാശനം ശോഭിക്കാതിരിക്കത്തക്ക നിലയിൽ യേശുവിനോട് പന്തിയിലിരുന്നവരുടെ എല്ലാ കണ്ണ് പിശാച് കുരുടാക്കിയെന്ന്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, പാപമോചനവും കൊടുക്കുവാൻ ഇവൻ ആരാ? ഹല്ലേലൂയ. ഇനി കേൾക്കുന്ന മാതാവേ, പാപമോചനം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാപം നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുക, പാപം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക, പാപം നിന്റെ കുടുംബ ജീവിതത്തിന്റെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുക. ദൈവത്തെ കൂടാതെ ചെയ്യുന്നതെല്ലാം പാപമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കൂടാതെ നീ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പാപമാണ്, അതെല്ലാം ശാപമാണ്, അതിനെ മരണത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാപിനിയായി സ്ത്രീ മടങ്ങി വന്നവന്റെ കാൽക്കൽ വീണതുപോലെ അവൾ കരഞ്ഞ് അവൻ കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുവർത്തി അവന്റെ കാൽ ചുംബിച്ചതുപോലെ നീ യേശുവിന്റെ പാദപീഠത്തിലേക്ക് വീഴുവാൻ തയ്യാറായാൽ നിന്റെ പാപങ്ങളെ നീ യേശുവിന്റെ ഏറ്റു പറയുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ സകല പാപങ്ങൾ ക്ഷമിച്ച്, നിന്റെ വ്യക്തിപരമായ ചില പാപങ്ങൾ ക്ഷമിച്ച് അവൻ നിന്റെ വീടിന് രക്ഷ നൽകും. ഹല്ലേലൂയ. മടങ്ങി വാ കേട്ടോ, മടങ്ങി വാ. നിനക്ക് കർത്താവ് നിത്യജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശു വന്നിട്ട് ഇവളോട് പറയാം, അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യേശുവിന്റെ ശുശ്രൂഷയുടെ പര്യവസാനിക്കും. യേശു അവളോട് പറയുക, സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും, സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. ചിലരൊക്കെ പറയും, പണ്ടൊക്കെ ഞാനും അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുന്നു. അങ്ങനെ ഒരു വാക്യമേ ഇല്ല കേട്ടോ. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുന്ന വേദപുസ്തകത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രമാണ് അത് കേട്ടോ. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുന്ന മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രമാണ്, അത് ദൈവവചനമല്ല. പക്ഷെ യേശു പറഞ്ഞ സ്ത്രീയോട്, അല്ലേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞ് ഇനി നീ പാപം ചെയ്യരുത്. ഇനി നിന്റെ ജീവിതം മുഴുവൻ സമാധാനമുള്ളതാ, ഇനി നിന്റെ ജീവിതം മുഴുവൻ സന്തോഷമുള്ളതാ. നിന്റെ ജീവിതത്തിൽ രക്ഷകനായ യേശുവിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. നീ സമാധാനത്തോടെ പോകാം, ഇനി നീ പാപം ചെയ്യരുത്. അതെ, നീ യേശുവിലേക്ക് വന്നിട്ട് പാപം മോചിച്ച് നീ സമാധാനത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഇവിടെ അല്ലെങ്കിൽ ഇവളുടെ ചോദ്യങ്ങൾക്കെല്ലാം യേശു മറുപടി കൊടുത്തു. ഹല്ലേലൂയ. പാപഭാരത്താൽ ദുഃഖിച്ച് ദൂരത്ത് നിൽക്കുകയാണോ നിങ്ങൾ? ഹല്ലേലൂയ. നിങ്ങൾ പാപഭാരത്താൽ, പാപത്താൽ, ശാപത്താൽ ദുഃഖിതനായി നിങ്ങൾ ദൂരത്ത് നിൽക്കുകയാണോ? ഇന്ന് പകൽ ഈ പാപിനിയായ സ്ത്രീ യേശുവിന്റെ അരികിലേക്ക് വന്നതുപോലെ നീ കടന്നു വരുന്നെങ്കിൽ നിന്റെ പാപം മോചിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 8-ാമത്തെ വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ, ഹല്ലേലൂയ, അവനെ ദൈവം ഹല്ലേലൂയ അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹഭേദമില്ല എന്നും ഏക ദൈവമില്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. അതെ, ദൈവത്തിലേക്ക് മടങ്ങി വരണം. നീ ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ മാനസികമായ ഭാരങ്ങളും ശാപങ്ങളും എല്ലാം മാറി നിന്റെ കുടുംബത്തെയും യേശു രക്ഷിപ്പാനായിരിക്കുക.
പാപിനിയായ സ്ത്രീ പാപം ക്ഷമിച്ചു കിട്ടിയതായി സമാധാനത്തോടെ വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള കാലം മുഴുവൻ ഒരു ദൈവവേദിലായി, ദൈവത്തിന്റെ മണവാട്ടിയായി അവൾ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിന്നതുപോലെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് നിന്റെ കുടുംബത്തിന്റെ സകല പാപങ്ങളും അവൻ നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിച്ചു തരും. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട് ആരെങ്കിലും പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനം മരണത്തിന്റെ നിലവിലാണെങ്കിൽ ഇന്ന് പകൽ പാപിനിയായ സ്ത്രീ മടങ്ങി വന്ന് അവളോട് പാപം ഏറ്റു പറഞ്ഞ് പാപമോചനം ലഭിച്ചവൾ നിത്യജീവന്റെ അവകാശിയായി മാറിയതുപോലെ നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ ശാപത്തെയും പാപത്തെയും മാറ്റും. നാളുകളായി പാപമാറ ശാപം പല വഴികൾ നീ അന്വേഷിച്ചില്ലേ? എല്ലാം പരാജയപ്പെട്ടു പോയില്ലേ? പണം ഒരുപാട് മുടക്കിയില്ലേ? അതെല്ലാം നഷ്ടമായി പോയില്ലേ? എന്നാൽ ഒരു പണം പോലും നിന്നെ മേടിക്കാതെ, ഒരു ചില്ല പൈസ പോലും മുടക്കാതെ നീ യേശുവിന്റെ അരികിലേക്ക് വന്നാൽ യേശു നിന്നെ പാപം ക്ഷമിച്ചു തരും. വിശ്വസിക്കുന്നതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യവസാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 143 കോടിയിലും ജനത്തിനായി തലമുറ എണ്ണത്തിൽപ്പെടാത്ത ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജന തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല തൊഴിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പറക്കുന്ന സകല ജനത്തെയും സകല ഭ്രാതിമാരെയും ന്യായാധിപന്മാരെയും എല്ലാ കർത്താവിനെ അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി കർത്താവി കരസേന വ്യോമസ്നാവി സന്നദ്ധികാരികൾ കല്ലേറിയ കർത്താവി എല്ലാ ക്രമസമാധാന പാലിക നീതിമാറുമാണ് രംഗം നിൽക്കുന്നവരെ, രഹസ്യാനുഷ്ഠാനങ്ങളെ ജുഡീഷ്യറിക്കായി, സെക്ഷനുകൾക്കായി, പോലീസിലെ സെക്ഷനുകൾ, എക്സൈസ് ഫോഴ്സ്, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ എല്ലാ ഭാഗ്യ മേഖലയിലും, എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും അഴിമതി കൈക്കൂലി കരിഞ്ചിന്ത പോഴ്ത്തുകപ്പ്, മനുഷ്യന്റെ ജീവിതത്തിൽ പാപം ശാപത്തം നിറയപ്പെട്ടിരിക്കണം സകല കുടുംബങ്ങളും കർത്താവീസോ അതിർത്തികൾ കാക്കുന്നവർ ഹല്ലേലൂയ. കർത്താവി കൺഷന്റെ വെക്കാൻ പോട്ടുറങ്ങി യൂണിയൻ രംഗത്ത് പ്രവർത്തനം എല്ലാ ടൈപ്സിനെ ഹല്ലേലൂയ, എല്ലാ ഹെവിവാൻ ഓടിക്കുന്നവരെയും പാടത്തും പറമ്പിലും കോഴിയിലും കല്ലോടും മണ്ണോടും ചെയ്യാമിക്കത്ത് പണിയെടുക്കുന്ന, ചോര വെളുപ്പ കഷ്ടം സഹിക്കുന്ന, മദ്യത്തിന് മയക്കും ലഹരിക്ക് വെടിപ്പെട്ട് കിടക്കുന്ന, ചൂതാട്ടങ്ങൾ വീടടക്കുന്ന, ലഹരിക്ക് അടിമയായി കിടക്കുന്ന, വ്യഭിചാര പരസം അശുദ്ധിയിൽ വീട് കിടക്കുന്ന, ദുഷ്കാമങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന, വിഗ്രഹാരാധന വീട് കിടക്കുന്ന ജനം, കർത്താവി കടലോര വാസികൾ, ആടുകൾ മത്സ്യത്തെ കടന്നുപോയിരിക്കുന്നവർ, കൺഷനൊക്കെ മെക്കാനിക് മോട്ടോർ യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്നവർ ഹല്ലേലൂയ, കർത്താവി ചേർന്നവർ എല്ലാ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കർത്താവി സ്വർണ്ണം ശീലമേഖലയും കർഷകയിലായിരിക്കും സകലം ശൈശവത്തിൽ പാലിനും ഭൗമാരി യുവരത്തിലും വാക്കിൽ അനുവൃത്ത യാചകർ, ഓർഫനേജുകളുടെ തലമുറയൊക്കെ ജയിൽ കിടക്കുന്നവർക്കായി കർത്താവി പാപവും അക്രമത്തിൽ വീണ് കർത്താവ് നിലവിളിക്കുന്നവർ, മാരകമായ രോഗങ്ങൾക്ക് മഹാവ്യാധിയാൽ ഭാരപ്പെടുന്നവർ ഹല്ലേലൂയ, സകല ജനത്തെയും കർത്താവ് വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്നവർ, നാട്ടിലെ കടം ഭാരപ്പെടുന്ന സാമി കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ട് വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും, പാസ്പോർട്ട് ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ബന്ധനത്തിൽ കിടക്കുന്ന, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന, കടക്കിണിയാൽ ഭാരപ്പെടുന്ന, മരണത്തിന്റെ മുൻവരിയിലെത്തി മരണം മാത്രം മതി എന്ന് ചിന്തിച്ച് അനേക കുടുംബങ്ങളെ ഇതുപോലെ കർത്താവിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപിനിയായ അനേക പാപങ്ങൾ മോചിച്ചു കൊടുത്ത കർത്താവ് ഈ ജനത്തിന്റെ പാപങ്ങളെ മോചിച്ചു കൊടുക്കണമേ, ഈ ജനത്തെ സമാധാനം കൊടുക്കണമേ. സകല ജനങ്ങൾ കടന്നു വന്ന് പാപോചന പ്രാപിച്ച് നിത്യജീവന്റെ അവകാശമായി കർത്താവിനെ ഒരുക്കണം. അങ്ങനെ വേലശ്രയിച്ച ദേശത്ത് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ കേരളത്തിൽ സൂക്ഷിക്കണം. കർത്താവിന്റെ രാജ്യത്തെ സൂക്ഷിക്കണം, രാജ്യങ്ങളെ സൂക്ഷിക്കണമേ. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, കർത്താവ് ആക്രമങ്ങൾ, കർത്താവ് ബോംബ് ഭീഷണികൾ, മനുഷ്യനെ കർത്താവ് കൊന്നൊടുക്കുന്ന അനുഭവങ്ങൾ എല്ലാം മാറി രാജ്യത്തെ സമാധാനം, കർത്താവ് രക്തച്ചൊരിച്ചിലില്ലാതെ എല്ലാത്തിനും പരിഹാരം, പരസ്പരം രാജ്യങ്ങൾ തന്നെ സമാധാനിക്കും മടങ്ങി വരുവാൻ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.